ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ട്യൂൺസ് ഓഫ് ലൈഫ്. ഞാൻ വീഡിയോ ഇട്ടിട്ട് ഇപ്പോൾ ഏകദേശം 2 മാസത്തോളം ആകാൻ പോകുന്നു. കാരണം എൻ്റെ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന ഫോൺ കേടായിപ്പോയി. ഇപ്പോൾ എൻ്റെ കൈവശമുള്ള ഒരു ഫോൺ വെച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ വീഡിയോ ഇടുന്നത്. ഞാൻ വിചാരിച്ചു മറ്റൊരു ഫോൺ വാങ്ങിയതിന് ശേഷം ഇടാമെന്ന്, പക്ഷെ അതെന്തായാലും നടന്നില്ല. അപ്പോൾ പിന്നെ കയ്യിലുള്ള ഫോൺ വെച്ച് തന്നെ ഇടാം. എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്ന് അറിയില്ല. ആറ്റുകാലമ്മയുടെ പൊങ്കാലയാണ് നാളെ. അപ്പോൾ മാർച്ച് 3-ാം തീയതി ആറ്റുകാലമ്മയുടെ പൊങ്കാലയാണ്. എല്ലാ വർഷവും പൊങ്കാല വ്ളോഗ് ഞാൻ ഇടാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ബാലരാമപുരം കടയിൽ ബാലരാമപുരം കൈത്തറിയിലേക്ക് സെറ്റും മുണ്ടും വാങ്ങാൻ പോയ വീഡിയോ ഇട്ടിരുന്നു. അതാണെന്ന് തോന്നുന്നു എൻ്റെ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് കിട്ടിയ ഒരു വീഡിയോ കൂടിയായിരുന്നു അത്. എന്തായാലും നാളെ പൊങ്കാല ആയതുകൊണ്ട് തന്നെ ഇന്ന് ഈ വ്ളോഗ് ഇടണം എന്നുള്ളത് ഇന്നലെ തന്നെ ഞാൻ ഡിസൈഡ് ചെയ്തിരുന്നതാണ്. അപ്പം നേരെ നമുക്ക് പൊങ്കാലയിലേക്ക് തന്നെ പോകാം. എല്ലാ വർഷവും പൊങ്കാല മുടങ്ങാതെ ഇടുന്ന ഒരാൾ കൂടിയാണ് ഞാൻ എന്ന നിലയിൽ ഈ ഒരു വ്ളോഗ് വളരെയേറെ എന്നെ സംബന്ധിച്ച് വളരെയേറെ പ്രാധാന്യം ഉള്ള ഒരു കാര്യം തന്നെയാണ്. ചിലപ്പോൾ 1-2 വ്യൂവേഴ്സ് ആയിരിക്കും എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ പോലും അത്രയും നമുക്ക് ഭഗവതിയെക്കുറിച്ച് പറയാനും മറ്റുള്ളവരോട് അതിനെക്കുറിച്ച് സംസാരിക്കാനും കിട്ടുന്ന ഈ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നതിന് വീണ്ടും നന്ദി പറഞ്ഞുകൊണ്ട് ആറ്റുകാൽ ഭഗവതിക്ക് എൻ്റെ മനസ്സ് സമർപ്പിച്ചുകൊണ്ട് ഞാൻ എല്ലാ ഫ്രണ്ട്സിനോടും കുറച്ച് കാര്യങ്ങൾ പൊങ്കാലയെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും അറിയാം, പൂരം നക്ഷത്രവും കുംഭമാസത്തിലെ പൂരം നക്ഷത്രത്തിലാണ് ഭഗവതിയുടെ പൊങ്കാല മഹോത്സവം നടക്കുന്നത്. പൊങ്കാല എന്ന് പറയുന്നത് തന്നെ പൊൻകാലം എന്നാണ് പറയുന്നത്, അല്ലേ? ഒരു നല്ല ശുഭകാര്യങ്ങൾ മാത്രം നടക്കുന്ന കാലമായി വരും കാലങ്ങളെല്ലാം മാറട്ടെ എന്ന ഒരു സങ്കല്പത്തോടു കൂടിയാണ് നമ്മൾ ഓരോരുത്തരും പൊങ്കാല ഇടുന്നത്. പുതിയ പ്രതീക്ഷകൾ, പുതിയ സ്വപ്നങ്ങൾ എല്ലാം നടന്നു കാണണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പൊങ്കാല ഇടുന്നത്. പൊങ്കാലയിലേക്ക് പോകുന്നതിന് മുന്നേ ഭഗവതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്കറിയാവുന്ന വളരെ ചെറിയ അറിവുകളാണ്. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഒരിക്കൽ കൂടി പറയുകയാണ്. ഇളങ്കോവടികളുടെ ചിലപ്പതികാരവുമായി ബന്ധപ്പെട്ടാണ് ആറ്റുകാലമ്മയുടെ ഐതിഹ്യത്തിൽ ഒന്ന് നിലകൊള്ളുന്നത്. അതായത് ചിലപ്പതികാരത്തിലെ കണ്ണകി കാവേരി പൂമ്പട്ടണത്തിൽ താമസിച്ചിരുന്ന ധനികനായ വ്യാപാരിയുടെ മകളായ കണ്ണകിയുടെ കഥയാണ് ചിലപ്പതികാരത്തിൽ വിവരിക്കുന്നത്. കണ്ണകി പിൽക്കാലത്തിൽ ബാല്യവും കൗമാരവും എല്ലാം താണ്ടി വിവാഹപ്രായമെത്തുമ്പോൾ കോവലൻ എന്ന് പറയുന്ന ഒരു ധനികനായ വ്യാപാരിയുടെ മകനുമായി കണ്ണകിയുടെ വിവാഹം നടക്കുന്നു. അതീവ സുന്ദരിയായിരുന്നു കണ്ണകി. അപ്പോൾ പിൽക്കാലത്തിൽ കോവലൻ മാധവി എന്ന് പറയുന്ന ഒരു നർത്തകിയിൽ അനുരക്തനാവുകയും അതുപോലെ തന്നെ അവർ തമ്മിൽ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. വർഷങ്ങൾക്കൊടുവിൽ മാധവിയെ കോവലന് ഉപേക്ഷിക്കേണ്ടതായ ഒരു സാഹചര്യം വരുന്നു. മാധവിയിൽ ഒരു മകൾ പിറന്നു എന്നും ചില കഥകൾ പറയുന്നുണ്ട്. അപ്പോൾ പിന്നീട് കോവലൻ എല്ലാം നഷ്ടപ്പെട്ട് സമ്പത്തും തൻ്റെ കൈവശമുണ്ടായിരുന്ന എല്ലാ സമ്പത്തും നഷ്ടപ്പെട്ട് തിരിച്ച് കണ്ണകിയെ കാണാനായി എത്തുന്നു. ഭർത്താവിൻ്റെ തെറ്റുകുറ്റങ്ങളെല്ലാം പുറത്ത് കണ്ണകി വീണ്ടും കോവലനെ തൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും അപ്പോൾ അവർക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും ചെയ്യുന്നു. അതായത് കോവലൻ്റെ കൈവശം ഉണ്ടായിരുന്ന ധനമെല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് മുന്നോട്ട് ജീവിക്കാനായി യാതൊന്നുമില്ല. ആ സമയത്താണ് കണ്ണകി തൻ്റെ ചിലമ്പുകളിൽ ഒന്ന് കോവലൻ്റെ കയ്യിൽ വിൽക്കാനായി ഏൽപ്പിക്കുന്നത്. ചിലമ്പുമായി കോവലൻ എവിടേക്കാണ് പോകുന്നത്? പാണ്ഡ്യ രാജ്യത്തിലേക്കാണ് പോകുന്നത്. അവിടെ പാണ്ഡ്യ നാട്ടിലെത്തി ഒരു സ്വർണ്ണ വ്യാപാരിക്ക് ചിലമ്പുകൾ വിൽക്കുന്നു. ആ സമയത്താണ് പാണ്ഡ്യരാജാവിൻ്റെ രാജ്ഞിയുടെ ചിലമ്പുകളിൽ ഒന്ന് നഷ്ടപ്പെടുന്നത്. ഏത് കടയിലാണോ, സ്വർണ്ണ വ്യാപാരിയുടെ അടുത്താണോ കോവലൻ ചിലമ്പുമായി എത്തുന്നത്, അദ്ദേഹം ഈ ചിലമ്പ് ദേവിയുടെ ചിലമ്പാണെന്ന് പറയുകയും കോവലനെ രാജ്ഞിയുടെ ചിലമ്പ് മോഷ്ടിച്ച ആളാണ്, കള്ളനാണെന്ന് കരുതി യാതൊരു ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചോദ്യോത്തരങ്ങളൊന്നുമില്ലാതെ തന്നെ കോവലനെ വധിക്കുകയുമാണ് ചെയ്യുന്നത് പാണ്ഡ്യരാജാവ്.
ഇതറിഞ്ഞ കണ്ണകി രോക്ഷാകുലയായി പാണ്ഡ്യ രാജ്യത്തെത്തുകയും തൻ്റെ കോപാഗ്നിയിൽ മധുരാപുരി ചുട്ടരിക്കുകയും പിന്നീട് പാണ്ഡ്യരാജാവിനെ വധിക്കുകയും ഒക്കെ ചെയ്തു എന്ന ഐതിഹ്യം പറയുന്നു. അതുവഴി ദേഷ്യവും അതുപോലെ തന്നെ മാനസിക സംഘർഷത്തിലും പെട്ട ദേവി കലുഷിതയായി വന്ന വഴിയിൽ ആറ്റുകാൽ വിശ്രമിക്കുകയും അവിടെ കൊടുങ്ങല്ലൂരിലേക്കുള്ള യാത്രാമധ്യേ ആറ്റുകാൽ വിശ്രമിക്കുകയും അവിടെ സ്ത്രീജനങ്ങൾ ദേവിയുടെ ദേഷ്യം ശാന്തമാക്കാൻ വേണ്ടി പൊങ്കാലയിട്ട് ദേവിയെ ഭക്തി പുരസ്കരം ആദരിച്ചു എന്നും പറയുന്നു. ഇപ്പം എന്തൊക്കെയായാലും ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നൈവേദ്യങ്ങളിൽ ഒന്നാണ് പൊങ്കാല. കൊടുങ്ങല്ലൂർ അമ്മയുമായി വളരെയധികം അഭേദ്യമായ ഒരു ബന്ധം നമ്മുടെ ആറ്റുകാലമ്മയ്ക്കുണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഭദ്രകാളി സ്വരൂപത്തിലാണെങ്കിലും അന്നപൂർണേശ്വരി ഭാവത്തിലും ദേവി ഉള്ളത് കൊണ്ട് തന്നെ പൊങ്കാല അർപ്പിക്കാൻ എത്തുമ്പോൾ, പൊങ്കാല കലങ്ങളിലേക്ക് നിവേദിക്കുമ്പോൾ, അല്ലെങ്കിൽ അരിയെടുത്ത് നമ്മൾ കലത്തിലേക്ക് ഇടുമ്പോൾ, 2 കൈകളിലായി അരിയെടുത്ത് ഇടുമ്പോൾ അന്നപൂർണേ സദാപൂർണേ ശങ്കരപ്രാണവല്ലഭേ ജ്ഞാനവൈരാഗ്യ സിദ്ധ്യർത്ഥ്യം ഭിക്ഷാം ദേഹീച്ച പാർവതി എന്ന മന്ത്രം പറയുന്നത് വളരെയധികം അഭികാമ്യമായിരിക്കും എന്ന് പറയുന്നു. അല്ലെങ്കിൽ നമുക്കറിയാവുന്ന സർവമംഗള മാംഗല്യേ, എല്ലായിടത്തും മംഗളം സംഭവിക്കട്ടെ, എല്ലായിടത്തും നല്ലത് മാത്രം നടക്കട്ടെ എന്ന് പറയുന്ന സർവമംഗള മാംഗല്യ എന്ന മന്ത്രം അറിയാത്തവരായി നമ്മളിൽ അപൂർവം പേരാണ് ഉള്ളത്. അപ്പോൾ കണ്ണകിയുടെ കഥ അങ്ങനെ ഇരിക്കുമ്പോൾ മറ്റു പല ഐതിഹ്യ കഥകളും ദേവിയുമായി ബന്ധപ്പെട്ടുണ്ട്. എനിക്കറിയാവുന്ന ഒരു കഥ മാത്രമാണ് ഞാനിവിടെ വിവരിച്ചത്. തോറ്റംപാട്ടായി ദേവിയെ കുടിയിരുത്തി കാപ്പുകെട്ടി കുടിയിരുത്തുന്ന നാൾ മുതൽ, അതായത് ഫെബ്രുവരി 23 മുതൽ പൊങ്കാല ദിനം വരെ പാടി തീർക്കുന്ന കഥ എന്ന് പറയുന്നത് ചിലപ്പതികാരത്തിലെ കണ്ണകി ചരിതമാണ്. ദേവിയുടെ വിവാഹം, അതുപോലെ ഭർത്താവ് നഷ്ടപ്പെടുന്ന ഇത്, അതുപോലെ അതിനുശേഷം ദേവി മധുരാപുരി ചുട്ടരിക്കുന്നത്, ഇതൊക്കെയാണ് ആ കഥയായി വരുന്നത്. അപ്പോൾ ഈ ദേവിയുടെ പൊങ്കാല സ്ത്രീകളുടെ ഒരു ശക്തി, അതുകൂടിയാണ് സ്ത്രീകളുടെ മനസ്സിൽ ഉള്ള ആ ഒരു ശക്തി എന്ന് പറയുന്നതാണ് ഒന്നുകൂടി വിളിച്ചോതുന്നത് അല്ലേ. അപ്പോൾ പല പല സ്ഥലത്തു നിന്ന് ആൾക്കാർ തിരുവനന്തപുരത്തേക്ക് എത്തുന്നു. വേറൊരു ഭാഷയിൽ പറയുകയാണെങ്കിൽ തിരുവനന്തപുരത്തിൻ്റെ മുഖമുദ്രയിൽ ഒന്നാണ് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം, പത്മനാഭസ്വാമി ക്ഷേത്രവും അതുപോലെ തന്നെയാണ്. അപ്പോൾ തിരുവനന്തപുരം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രമാണ് പെട്ടെന്ന് നമുക്ക് മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. മറ്റൊരു ക്ഷേത്രം എന്ന് പറയുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രം, അതുപോലെ പഴവങ്ങാടി ഗണപതി ക്ഷേത്രവും ഉണ്ട്. അപ്പോൾ സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രത്തിനെ കുറിച്ച് ഒരുപാട് പേർക്കുള്ള അനുഭവ കഥകളുണ്ട്. ഓരോ അമ്മമാർക്കും ഇവിടെ പൊങ്കാല അർപ്പിക്കാൻ എത്തുന്ന ഓരോ വ്യക്തികൾക്കും അവരവരുടേതായ അനുഭവങ്ങളും പങ്കുവയ്ക്കാനുണ്ട് എന്നുള്ളത് മറ്റൊരു പ്രത്യേകത കൂടിയാണ്. പൊങ്കാല എന്ന് പറയുന്നത് നമ്മുടെ ആത്മസമർപ്പണമാണ്, ഭക്തിയും ആത്മസമർപ്പണവുമാണ്. മറ്റുള്ളവർക്ക് വേണ്ടി ദോഷം ചെയ്യാതെ മറ്റുള്ളവർക്ക് എപ്പോഴും നല്ലത് വരട്ടെ, നമുക്ക് നല്ലത് വരുന്നത് പോലെ തന്നെ നമ്മളെ ചുറ്റി നിൽക്കുന്നവർക്കും നല്ലത് വരട്ടെ എന്ന് ചിന്തിക്കുന്നിടത്താണ് ഓരോ പൊങ്കാലയുടെയും പ്രസക്തി. അപ്പോൾ ഭക്തിസാന്ദ്രമാണ് തിരുവനന്തപുരം ഇന്ന്. ആ സന്തോഷത്തിൽ ഞാൻ നിങ്ങൾ ഓരോ ഫ്രണ്ട്സിനു വേണ്ടിയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്നേഹവും അതുപോലെ തന്നെ പ്രാർത്ഥനയും നിറയ്ക്കുകയാണ്. ഓരോ വ്യക്തികളുടെ ജീവിതവും ഐശ്വര്യപൂർണവും ആയുരാരോഗ്യ സൗഖ്യത്തോടെയും ഇരിക്കണം എന്ന് ദേവിയോട് പ്രാർത്ഥിക്കുന്നു. എല്ലായിടത്തും നല്ലത് മാത്രം വരട്ടെ. ഗൾഫിലുള്ള എല്ലാ പ്രവാസികൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഈ അവസരത്തിൽ കുറച്ച് യുദ്ധഭീഷണികളൊക്കെ നേരിടുന്ന ഈ സമയത്ത് അവർക്ക് വേണ്ടിയും അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയും കൂടി പ്രാർത്ഥിക്കുന്നു. എല്ലായിടത്തും ശാന്തി സമാധാനവും മാത്രം ഉണ്ടാകട്ടെ, സന്തോഷവും സമ്പൽ സമൃദ്ധിയും വരട്ടെ. അടുത്ത ഈ ഒരു പൊങ്കാലയ്ക്ക് വേണ്ടി നമ്മളെല്ലാവരും ഒരുങ്ങിക്കഴിഞ്ഞു. ഇവിടെ എത്തുന്ന ഓരോ ഭക്തജനങ്ങളെയും ഞാൻ എൻ്റെ സ്നേഹം അറിയിക്കുകയാണ്. പല സ്ഥലത്തു നിന്ന് വന്നവരാണെങ്കിലും നമ്മളെല്ലാവരും ഒന്നാണ് എന്ന് വിളിച്ചോതുന്ന ശക്തിയുടെ ഒരു പ്രതീകം കൂടിയാണ് ഈ പൊങ്കാല. സ്ത്രീകൾ ഒരിക്കലും തളരില്ല, അല്ലെങ്കിൽ തളരാൻ പാടില്ല. തളർന്നിടത്ത് നിന്ന് വീണ്ടും എഴുന്നേറ്റ് ഒരടി മുന്നോട്ട് വയ്ക്കുന്നിടത്താണ് നമ്മുടെ വിജയം എന്നുകൂടി വിളിച്ചോതുന്നതാണ് പൊങ്കാല. അപ്പോൾ പൊങ്കാല അർപ്പിക്കാനെത്തുന്ന എല്ലാവർക്കും നിറഞ്ഞ സ്നേഹവും പ്രാർത്ഥനയും. വീണ്ടും നമുക്ക് അടുത്ത വ്ലോഗിലൂടെ ഉടനെ കാണാം. ഫ്രണ്ട്സ്,
എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. സർവമംഗള മാംഗല്യേ